ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞാനും ഉമ്മയും അനിയത്തിയും ജെസിയും പിന്നെ എമിമോളും കൂടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് SM സ്ട്രീറ്റിലാണ്. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ നമ്മൾ എമിമോളെ കോട്ടൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ചാറ്റൽ മഴയിൽ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ നടക്കുവാണ്. അങ്ങനെ SM സ്ട്രീറ്റിൽ നമ്മൾ എന്ത് സാധനം വാങ്ങിക്കണം എന്ന് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല കേട്ടോ. SM സ്ട്രീറ്റിൽ നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ചില ഷോപ്പുകളിലൊക്കെ കയറി അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ടൊന്ന് വന്നിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ മേമൻ്റെ മോളുടെ നിക്കാഹായിരുന്നു. അപ്പോൾ ആ നിക്കാഹിൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിക്കാഹിൻ്റെ വ്ളോഗ് ഞാനതിന് മുമ്പ് ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കോട്ടിട്ടപ്പോഴേക്ക് എന്നെ എമിമോക്ക് കോട്ടിനോട് മടുപ്പ് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ എമിമോൾ കരച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ കോട്ടൊക്കെ ഊരി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് പിന്നെ കുറച്ച് മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ SM സ്ട്രീറ്റിൽ നിന്ന് നേരെ വന്നിട്ടുള്ളത് സിൽക്ക് മന്ദിറിലേക്കാണ്. അങ്ങനെ നമ്മളിതാ സിൽക്ക് മന്ദിറിൻ്റെ ഡ്രസ്സ് നോക്കണം. ആദ്യം നമ്മൾ കുറേ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ നോക്കി കേട്ടോ. ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് ഉമ്മയ്ക്കാണ്. അപ്പോൾ ഉമ്മയ്ക്കും ജെസിക്കോ അനിയത്തിക്കോ ആർക്കെങ്കിലും ഇഷ്ടമാവണത് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് മൂന്നാക്കും നോക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഉമ്മൻ്റേത് ആദ്യം കഴിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഉമ്മയ്ക്കാണ് കേട്ടോ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ മൂന്നാൾക്കും നോക്കി, പക്ഷേ ഉമ്മയ്ക്കാണ് ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഡിമെയ്ഡിലില്ലായിട്ട് പിന്നെ നമ്മൾ മെറ്റീരിയൽ നോക്കി. അങ്ങനെ പിന്നെ മെറ്റീരിയലിൽ ഒരു റെഡ് കളറിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഉമ്മയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ചുരിദാർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ റെഡ് മെറ്റീരിയലുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ ഉമ്മയ്ക്ക് എടുത്ത്, പിന്നെ അനിയത്തിക്കും ജെസിക്കും ഒന്നും ഇഷ്ടമുള്ള ആ ഒരു രീതിയിലുള്ള ഡ്രസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു എമിമോക്ക് ഡ്രസ്സ് നോക്കാമെന്ന്. അങ്ങനെ എമിമോക്കും നമ്മൾ വിചാരിച്ച അത്ര ഓക്കെ ആയിട്ടുള്ളൊരു ഡ്രസ്സ് കാണാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ അതാ എമിമോക്ക് ലിഫ്റ്റ് കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അവളിങ്ങനെ ലിഫ്റ്റ് കയറാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളിതാ ലിഫ്റ്റ് ഇറങ്ങി നേരെ സിൽക്ക് മന്ദിറിൽ നിന്ന് ഉമ്മൻ്റെ ഡ്രസ്സും വാങ്ങിയിട്ട് നമ്മളിനി നേരെ പോണത് നമ്മളുടെ സ്ഥിരമായിട്ടുള്ള എപ്പോഴും ഷോപ്പിങ്ങിന് ഞങ്ങൾ പോകുന്ന സ്ഥലമാണ് കസവ് കേന്ദ്രം. അപ്പം അങ്ങനെ നമ്മൾ കസവ് കേന്ദ്രയിലേക്കാണ് പോകുന്നത്. കസവ് കേന്ദ്രയിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ സിൽക്ക് മന്ദിറിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ലാസ്റ്റ് കസവ് കേന്ദ്രയിലേക്ക് തന്നെ പിന്നെയും വരേണ്ടി വന്ന്. അങ്ങനെ നമ്മളിതാ കസവ് കേന്ദ്രയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മൾ അനിയത്തിക്കും ജെസിക്കും എമിമോക്കുള്ള ഡ്രസ്സാണ് ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഉമ്മയ്ക്ക് മെറ്റീരിയൽ എടുത്തുകൊണ്ട് തന്നെ നമുക്കിനി മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തും കിട്ടണം. അപ്പോൾ നമുക്ക് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ വേഗം തന്നെ കസവ് കേന്ദ്രയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മോർണിംഗ് ഏകദേശം ഒരു 10 മണി ആകുമ്പോഴേക്ക് തന്നെ ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ കസവ് കേന്ദ്രയിലെത്തി. പിന്നെ അതാ ആദ്യം തന്നെ നോക്കുന്നത് ജെസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ ജെസിക്ക് ഫസ്റ്റ് പോയപ്പോൾ തന്നെ 1-2 ഡ്രസ്സുകൾ നമുക്ക് ഇഷ്ടമായി. അങ്ങനെ ഇഷ്ടമായതിൽ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഡ്രസ്സൊക്കെ ഏതൊക്കെ നമ്മൾ എടുത്തതെന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മൾ ജെസിക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ എമിമോക്ക് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എമിമോൾക്ക് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എമിമോളുടെ ഡ്രസ്സും നമുക്ക് ഇഷ്ടമായി. അങ്ങനെ പിന്നെ അനിയത്തിൻ്റെ ഡ്രസ്സ് ഇവിടുന്ന് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അനിയത്തിക്ക് നല്ല ബ്രൈറ്റ് റെഡ് വേണമെന്ന് പറഞ്ഞിട്ട് ബ്രൈറ്റ് റെഡ് കളറിലുള്ള ഒരു ഡ്രസ്സേ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും SM സ്ട്രീറ്റിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ കോയൻകോൽ ഉമ്മൻ്റെ മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽ അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഉമ്മൻ്റെ മെറ്റീരിയലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് ഇതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ അനിയത്തിൻ്റെ ചുരിദാറും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തിക്കും മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനിയത്തിക്ക് ഒരു ഷറാറ ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മൻ്റെതും അനിയത്തിൻ്റെതും കൂടെ സ്റ്റിച്ച് ചെയ്യിക്കാൻ കൊടുത്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ലഞ്ചൊക്കെ കഴിച്ച് ഒരു നല്ല ലഞ്ചായിരുന്നു കേട്ടോ. അതിൽ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈവനിങ്ങിലേ നമ്മളുടെ നമ്മൾ അടിക്കാൻ കൊടുത്തിട്ടുള്ള നമ്മളുടെ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചിങ്ങനെ വെറുതെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. കാരണം ഈവനിങ് ആവും. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി 3 മണി ആ ഒരു സമയം ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഏകദേശം 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ SM സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ 250 രൂപേൻ്റെ ഒരു ബാഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അനിയത്തി ബാഗ് വാങ്ങിച്ചു. നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് കേട്ടോ. നമ്മളൊരു ബാഗ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ ഫാൻസിയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ നേരെ പോയത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കടയിലേക്കാണ്. അങ്ങനെ നമ്മൾ എത്തിയപ്പോഴേക്കും തന്നെ അവർ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചിനി ഇറങ്ങുവാണ്. അങ്ങനെ രാവിലെ വന്നതാണ് നമ്മൾ ടൗണിൽ. ഇപ്പോൾ ഏകദേശം നല്ല സന്ധ്യ ആവാനായിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു ചായ കുടിച്ചിനി തിരിച്ച് വേഗം വീട്ടിലേക്ക് പോവാമെന്ന്. അങ്ങനെ നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടക്കുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും ഓരോ കോഫിയൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ സ്നാക്സും കഴിച്ചിട്ട് തിരിച്ച് വേഗം തന്നെ വീട്ടിലേക്ക് പോവാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നിക്കാഹ് വ്ളോഗിൻ്റെ ചെറിയ 2 ക്ലിപ്പുകൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ നിക്കാഹ് വ്ളോഗിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഉമ്മയും അനിയത്തിയും ജെസ്സിയും എമ്മിമോളും എല്ലാവരും കൂടെ നമ്മളെ വീട്ടിലേക്ക് പോയി. പിന്നെ എന്നെ പിക്ക് ചെയ്യാൻ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇക്കയും കൂടെ അതാ ഗോകുലം മാളിലേക്ക് വന്നിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഗോകുലം മാളിൽ നല്ല മഴയാണ്. നമ്മൾ മഴ ഒന്ന് തുറന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ നല്ല മഴയും നല്ല ഇടിയുമാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് കോർട്ടിലേക്ക് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഫുഡ് കോർട്ടിൽ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാനിപൂരി ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു റിമോട്ട് പോലത്തെ ഒരു സംഭവം, ഇതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരു സംഭവം നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ റെഡി ആയി കഴിഞ്ഞാൽ അതിലിങ്ങനെ ഒരു അലാറം പോലെ ഒരു സംഭവം ഇങ്ങനെ വരില്ലേ, അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിലെങ്ങനെ അലാം എങ്ങനെ റിങ് ചെയ്യുക എന്നുള്ളത് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴേക്കന്നെ അതിൽ അലാം വന്നു. അങ്ങനെ പിന്നെ ഇക്കൻ്റെ ഫ്രണ്ടും കൂടെ പോയിട്ട് നമ്മളെ ഓർഡർ ചെയ്തിട്ട് റെഡി ആയിട്ടുള്ള നമ്മളെ പാനിപ്പൂരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ പാനിപ്പൂരി എത്തിയിട്ടുണ്ട്. നല്ല മഴ വെച്ചാൽ നല്ല ഇടി വെട്ടിട്ടുള്ള മഴയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും മഴ കുറച്ചെങ്കിലും ഒന്ന് തോരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മളിതാ മെല്ലെ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ പാനിപ്പൂരി. കാരണം നമ്മളെ മഴ തോരുന്ന വരെ അവിടെ ഇരിക്കുകയുണ്ട്. അങ്ങനെ നമ്മൾ പാനിപ്പൂരിയും കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് തോർന്നപ്പോൾ നമ്മൾ വേഗം തന്നെ ഗോകുലം മാളിൽ നിന്ന് ഇറങ്ങി. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഗോകുലം മാളിൽ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഒരു പാനിപ്പൂരിയും കഴിച്ച് വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ രാവിലെ മുതലേ നമ്മളെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടയേർഡും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്നും പർച്ചേസ് ചെയ്തില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ പർച്ചേസിങ്ങിന് അവരുടെ കൂടെ പോയി എന്നുള്ളത് ഞാനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഓൾറെഡി ഡ്രസ്സൊക്കെ വാങ്ങിയത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ കൂടെ ഞാൻ പോയതാണ്. അതാണ് എൻ്റെ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ മഴ തോർന്നതിന് ശേഷം ഞങ്ങളിത് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്താണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. കാരണം നിങ്ങളെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനും ഒക്കെ ഒരു എന്താ പറയുക ഒരു സന്തോഷവും ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.